അതിഥികളെയും അശരണരായിട്ടുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവകൾ, സഹായങ്ങൾ ചെയ്യാൻ തൽപരരാവണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഗൃഹസ്ഥൻ 1000 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്ന ദിവസം. അതുകൊണ്ടാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന കോലം വരയ്ക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളും നമ്മുടെ ദൃഷ്ടിഗോചരമല്ലാത്ത ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. ആ കോലം അരിപ്പൊടിയാണ്. അതിലൂടെ അവയൊക്കെ വന്നത് ആഹരിക്കുന്നു, ഗൃഹസ്ഥനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഒരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിശഭക്ഷണമൊന്നും അല്ല കൊടുക്കേണ്ടത്, നല്ല ശിവഭക്ഷണം തന്നെ കൊടുത്ത് സാത്വികമായ ആഹാരം, അതിൽ വിഭവങ്ങളൊന്നും വേണമെന്നില്ല, തൃപ്തിയോടുകൂടി നമ്മൾ കൊടുക്കുന്ന മനസ്സിൻ്റെ ഒരു തൃപ്തിയുണ്ട്. കൊടുക്കണമെന്ന് നിശ്ചയിച്ചാൽ അപ്പോൾ തന്നെ കൊടുത്തേക്കാം. അതിന് പിന്നെ വിളമ്പൊന്നും പാടില്ല. ഒരിക്കലും കൃഷ്ണൻ കർണന്റെ അടുത്ത് ചെല്ലുകയാണ്. കർണൻ കുളിക്കാൻ തുടങ്ങുകയാണ്. ഒരു സ്വർണ്ണ ചെപ്പിൽ എണ്ണ എടുത്തിട്ട് അത് ശരീരത്തിൽ തൂക്കുമ്പോഴാണ് കൃഷ്ണൻ ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണൻ ഈ സ്വർണ്ണ ചെപ്പ് കണ്ടപ്പോൾ കൃഷ്ണൻ വലിയൊരു ആഗ്രഹം തോന്നി, എനിക്കത് തന്നേക്കാവോന്ന് ചോദിച്ചാൽ. കർണൻ ദാനശീലനാണല്ലോ, ഇടത്തെ കയ്യിലാണ് അതിരിക്കുന്നത്, ഇടത്തെ കൈ കൊണ്ട് തന്നെ അങ്ങ് കൊടുത്തു. കൃഷ്ണൻ ചോദിച്ചു, അതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇടത്തെ കൈ കൊണ്ടാണോ ദാനം ചെയ്യുന്നത്? കർണൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവിതമാവയോഹോ യമസ്യ കരുണാനാസ്തി ധർമ്മസ്യ ദുരിതാഗതി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഒരു നിമിഷമേ നമ്മുടെ മനസ്സിലുണ്ടാവും, പെട്ടെന്നത് മാറും. ക്ഷണം വിത്തം, സമ്പത്ത് നമ്മുടെ കയ്യിൽ അധികകാലം നിലനിൽക്കും, പെട്ടെന്ന് ചിലപ്പോൾ ഒരു നിമിഷം മതി അതൊക്കെ നശിച്ചു പോകാൻ. പിന്നെ അതുകൊണ്ട് യമസ്യ കരുണാനാസ്തി, ഏത് സമയമാണ് യമം വന്ന് പിടിച്ചോണ്ട് പോകുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ ധർമ്മസ്യ ദുരിതാഗതി, എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് അപ്പോഴേ ചെയ്തേക്കുക. അപ്പം അങ്ങനെ നമ്മൾ ദാനധർമ്മങ്ങൾ, ദാനമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാവത്തിൽ നിന്നാവരുത്. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്നത് ഈശ്വരൻ നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളെ അവിടെ നിർത്തിയിരിക്കുന്നു. ഒരു ദക്ഷിണ കൊടുക്കുന്ന ഭാവത്തിൽ വേണം നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് അർഹതയുള്ളവർക്ക് ചെയ്യുക. അതിഥികളെ ഇനി എപ്പോഴും ശ്രദ്ധിക്കുക. വീട്ടിലൊരു അതിഥി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരെ ദേവനായിട്ട് ഉപചരിക്കണം. നമ്മൾ പെട്ടെന്ന് അപ്പൊ നമ്മൾ താമസ സ്ഥലമെത്തി. ബാക്കി നമുക്ക് ഹൃദായേച മാതൃവംശേ തഥൈവച ഗുരു ശുശുര ബന്ധൂന ഏച അന്യബാന്ധവാമൃത എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന നല്ല ഗംഭീര മന്ത്രങ്ങളുണ്ട്. അതിൽ അർത്ഥതലങ്ങളിലൂടെ പോകുമ്പോഴാണ് ഇതിന്റെ മഹത്വം നമ്മൾ അറിയുന്നത്. അപ്പൊ ഒരു കാരണവശാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തർപ്പണാദികളെ നൃത്തത്തിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങളും ഒക്കെ ഉണ്ട് ഗുരുക്കന്മാരുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് സമയമില്ല, സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴും ചർച്ച ചെയ്യാം. പിന്നീട് ഉത്സന്ന കുലമൂടീനാം യേശാം ജന്മകൃതാപകം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. എവിടെയാണോ നമ്മുടെ മക്കളില്ലാത്ത പിതൃക്കളൊക്കെ നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ട്, അവർക്ക് അവിടുന്ന് ഒരു ഉദ്ധാരണം ഉണ്ടാവണം എന്ന സങ്കല്പത്തിലൊക്കെയാണ് നമ്മൾ ഈ പിണ്ഡങ്ങളൊക്കെ വയ്ക്കുന്നത്. അങ്ങനെ വെച്ച് പിതൃയജ്ഞത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതിലുപരി മരിച്ചതിന് ശേഷം ചെയ്യുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിങ്ങനെ ഈ തടിയിലും തൂക്കത്തിലും ഒക്കെ നടക്കാൻ കാരണക്കാരവരാണ്, അവരുടെ ത്യാഗമാണ്. ശങ്കരാചാര്യസ്വാമികളുടെ മാതൃപഞ്ചകം എന്നൊരു കൃതിയുണ്ട്. അതിൻ്റെ 1ാമത്തെ പദ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ആരാണെന്ന് നമ്മൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ജഗദ്ഗുരുവായ ശങ്കരാചാര്യസ്വാമികൾ അമ്മ മരണപ്പെട്ടപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ഏതൊക്കെ സർവജ്ഞപീഠം കയറിയാലും എന്നെ ഗർഭം ധരിച്ചപ്പോൾ എൻ്റെ അമ്മ വിട്ട ഒരു നെടുവീർപ്പിന് തുല്യമാവില്ല എൻ്റെ ഒരു പാണ്ഡിത്യവും എന്ന് പറഞ്ഞു. ഇതല്ലാതെ അമ്മയ്ക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് വൈഖരിയായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് മാതൃപഞ്ചകം. ഇതിന് സമാനമായൊരു കൃതി ശ്രീനാരായണ ഗുരുദേവന്റെ പിണ്ഡനന്ദി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഗർഭത്തിൽ വെച്ച് ഭഗവാനടിയന്റെ പിണ്ഡം എപ്പേരും അൻപോട് വളർത്ത കൃപാലുവല്ലി എന്ന് തുടങ്ങി. അപ്പം മഹാഗുരുക്കന്മാരൊക്കെ ഈ മാതാക്കളെ, അവരുടെ ത്യാഗത്തെ, അവരുടെ നന്മയെ, അതുകൊണ്ടാണല്ലോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് എല്ലായിടത്തും എത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പം അങ്ങനെ ഉള്ള അമ്മമാര്, അച്ഛന്മാര്, അതിന് കാരണക്കാരായ അച്ഛന്മാര് ഇവരെ സ്മരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വേണ്ട സ്നേഹവും ശ്രദ്ധയും പരിഗണനയും കൊടുക്കുക. അവരുടെ ത്യാഗമാണ്, അവരുടെ സമർപ്പണമാണ്, അവരുടെ സ്നേഹമാണ് നമ്മുടെ ഈ ജീവിതം എന്നുള്ള നിലയിൽ അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നതാണ് ഏറ്റവും ശരിയായ ശ്രാദ്ധം എന്നാണ്. അതിനുശേഷം നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. നാളെ നമ്മുടെ തലമുറ ഇത് കണ്ടു വളരണം. ഈ മഹത്തായ ഒരു സംസ്കാരത്തെ അംഗീകരിച്ച് ആദരിച്ചവർ വളരണം. അപ്പോൾ അത് പിതൃയജ്ഞത്തിൽ വരുന്നു. അടുത്തത് ഭൂതയജ്ഞമാണ്. പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുക, വൃക്ഷലതാദികളെ സംരക്ഷിക്കുക. അത് ഭൂതയജ്ഞം, ഗൃഹസ്ഥൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പെടുന്ന ഒന്നാണ്. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും നമ്മൾ രാവിലെ ഇതിൻ്റെ ഒരു സൂചനയൊക്കെ നൽകി നമുക്ക് ഓരോ നക്ഷത്രങ്ങൾ തന്ന് അതിൻ്റെ
വൃക്ഷവും പക്ഷിയും മൃഗത്തെയൊക്കെ തന്ന് അതിനെ സംരക്ഷിക്കണം, അതിനെ ഉപദ്രവിക്കരുത്, അതിനെ പരിപാലിക്കണം ഇത്യാദി കർമ്മങ്ങളൊക്കെ. അതൊക്കെ പ്രകൃതിയുടെ ഒരു എന്താ പറയുക സമ്പന്നമായൊരു നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അത് ഭൂതയജ്ഞത്തിൽ പെടുന്നതാണ്. ഇപ്പൊ ശാകുന്തളത്തിലൊക്കെ ശകുന്തള രാവിലെ മാൻപേടയ്ക്കും മുല്ലവള്ളി ജ്യോത്സ്ന എന്ന മുല്ലവള്ളിക്കും ഒക്കെ വെള്ളം നൽകിയതിന് ശേഷം മാത്രമേ സ്വയം ജലപാനം ചെയ്യത്തുള്ളായിരുന്നു. അത്രമാത്രം ഒരു അഭേദ്യ ബന്ധമുണ്ട് സർവ്വചരാചരങ്ങളുമായിട്ട്. നമ്മുടെ ഇതിൽ മാത്രമാണ് നമുക്കതിനൊരു ഉപനിഷത്തുണ്ടാവും. ഉപനിഷത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനായിട്ടും നമ്മുടെ കഴിവുകളെ പ്രചോദിപ്പിക്കുവാനായിട്ടും ഒക്കെയുള്ള ഒരു സങ്കേതമാണ്. അവിടെ ചെന്ന് ഭഗവാന്റെ എന്താണോ ഭഗവാന്റെ ഹിതം അതിനനുസരിച്ച് ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ആകെ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനിൽ നിന്നല്ല, ഭഗവാനെ തന്നെ പ്രാപിക്കണം, ഭഗവാനെ തന്നെ ആഗ്രഹിക്കണം. അപ്പം അതുപോലെ നമ്മൾ വീടുകളിലാണെങ്കിൽ അഗ്നിഹോത്രം ചെയ്യും, ഗൃഹസ്ഥർ ചെയ്യേണ്ട ഒന്നാണ്. ചെറിയ അഗ്നിഹോത്രം, ഹോമാദി കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു ഗണപതി ഹോമം ക്ഷേത്രത്തിൽ പോയി നടത്തുമ്പോഴും നോക്കൂ എത്രമാത്രം ആ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. കത്തുന്നതൊക്കെ ഔഷധമാണ്. ഇപ്പോൾ മഹാമൃത്യുഞ്ജയ ഹോമം നമ്മൾ നടത്താറുണ്ട്. മൃത്യുഞ്ജയ ഹോമത്തിനകത്തെല്ലാം മെഡിക്കൽ എന്താ പറയുക ഹെർബൽ സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. പള്ളി, മുട്ട, എള്ള്, കറുക, പാല്, പാൽപ്പായസം, നെയ്യ്, ഇങ്ങനെ 7 ദ്രവ്യങ്ങൾ 144 എണ്ണം വീതം മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഹോമിക്കുമ്പോൾ അതിൻ്റെ ഹോമധൂപങ്ങൾ എത്തുന്ന ഭാഗം എല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ ഹോമധൂപം ഏൽക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ പ്രയോജനപ്രദമാണ്. അഗ്നിഹോത്രം ഇത് ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദേവയജ്ഞത്തിൽ പെടുത്തുന്നതാണ് അഗ്നിഹോത്രം. പിന്നെ പൂജാ വിധാനങ്ങൾ, വഴിപാടുകൾ ഇതൊക്കെ നടത്തണം. അതിനകത്തൊക്കെ പിന്നെ വലിയ വലിയ ഗുണങ്ങളുണ്ട്. ഒരു സാമൂഹികമായ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നൊരു പൂജ നടത്തുമ്പോൾ നമ്മൾ പൂജകന് ദക്ഷിണ കൊടുക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് എത്രയോ കുടുംബങ്ങൾ അതുമായിട്ട് ഒരു ക്ഷേത്രവുമായിട്ട് ചുറ്റപ്പെട്ട് ബന്ധപ്പെട്ട് എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ ഭാഗഭാക്കാകുകയാണ്. ചിലർ ചോദിക്കും നമുക്ക് വീട്ടിലിരുന്ന് ഭജിച്ചാൽ പോരെ. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ നല്ല സ്വാമിക്ക് പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ചെന്ന് പൈസ വാരി ഇടുന്നതിലല്ല കാര്യം. ഭഗവാന്റെ പൂജാദ്രവ്യങ്ങൾ അവിടെ അർപ്പിക്കുക, ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ധനവ്യയം കുറച്ചുകൊണ്ട് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട്, ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുവാനായിട്ടുള്ള സങ്കേതങ്ങളായിട്ട് നമ്മൾ ക്ഷേത്രത്തെ കാണേണ്ടതുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവനൊക്കെ വിഭാവന ചെയ്തൊരു ക്ഷേത്ര സങ്കല്പം. ഓരോ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തും ഉദ്യാനങ്ങൾ ഉണ്ടാവണം, ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് വിദ്യാലയങ്ങൾ ഉണ്ടാവണം, ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് കെട്ടിടങ്ങൾ ഉണ്ടാവണം, അവിടെ വായനശാല ഉണ്ടാവണം, സത്സംഗങ്ങൾ നടത്തണം. ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് തൊഴിൽശാല ഉണ്ടാവണം. അരിയപ്പുറത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നൊരു കാര്യം. ഇപ്പം വിദ്യാലയമുണ്ട്, തൊഴിൽശാലയൊക്കെ പോയി. അപ്പോൾ ഒരു സമാജത്തിൻ്റെ സർവ്വതോമുഖമായ വികാസത്തിനുതകുന്ന സങ്കേതങ്ങളാവണം ക്ഷേത്രം. പണ്ട് കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ അങ്ങനെ ആയിരുന്നു. എല്ലാ കലയും വിദ്യയും ഒക്കെ ക്ഷേത്രവുമായിട്ട് കേന്ദ്രീകൃതമായിരുന്നു. പിന്നീട് അത് ഒരു സവർണാധിപത്യത്തിലേക്കും ചിലരുടെ കുത്തകയായിട്ടൊക്കെ മാറിയപ്പോഴാണ് അങ്ങനെയുള്ള നന്മകളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് പോയിപ്പോയത്. അപ്പോൾ ക്ഷേത്ര ദർശനം കൊണ്ടും ദേവയജ്ഞം കൊണ്ടും ഇങ്ങനെയുള്ള ഇപ്പം നമ്മുടെ പിറന്നാളുകൾ രാവിലെ പറഞ്ഞ് പിറന്നാളൊക്കെ വരുമ്പോൾ ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു വൃക്ഷത്തൈ നടുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രകൃതി പാരിസ്ഥിതിക രീതിയുമായിട്ടൊക്കെ വളരെയധികം ഇണങ്ങി ജീവിക്കണം. അത് ദേവയജ്ഞത്തിൽപ്പെടും. പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മൂന്നാമത്തത് പിതൃയജ്ഞം. ശ്രാദ്ധ തർപ്പണാദികളൊക്കെ ചെയ്യേണ്ട, ജീവിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയും ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിക്കുന്നതാണ് ശരിക്കും ശ്രാദ്ധം എന്ന് പറയുന്നത്. അതിനുശേഷം മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി തർപ്പണാദികൾ അർപ്പിക്കുന്നതാണ് തർപ്പണത്തിൽ ഈ അമാവാസി തർപ്പണത്തിലൂടെ വാവ് ഊട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം എല്ലാം നമ്മുടെ എല്ലാ അണുകുടുംബങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അണുകുടുംബങ്ങളാവുന്നിടത്ത് നമുക്കിപ്പോൾ കലണ്ടറിൽ നോക്കിയാൽ ഒരുപാട് ദിനങ്ങൾ കാണും അല്ലേ? പരിസ്ഥിതി ദിനം, ജലദിനം, വിദ്യാഭ്യാസ ദിനം, ശിശുദിനം, മാതൃദിനം, പിതൃദിനം, അധ്യാപക ദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങളാണ്. എന്തോ വനിതാ ദിനം, ഇങ്ങനെ ദിനങ്ങളാണ് ഒരുപാട്. ആലുവയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം നടന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സംസാരത്തിനായിട്ട് എന്നെ ക്ഷണിച്ചു. ഇപ്പം 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള
ഏതാണ്ട് 10-16 അമ്മമാര് അച്ഛന്മാർ, അല്ലെങ്കിൽ 2-3 പേർക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അവരെല്ലാം പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നവരും. ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഒരു മൗലവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘാടകൻ സെക്രട്ടറി സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് അവരുടെ പൊന്നാടയൊക്കെ അണിയിച്ചു. ഈ അന്ന് മാതൃദിനമായി. അപ്പം അദ്ദേഹം പറഞ്ഞു അതിലൊരു 4-5 അമ്മമാരുണ്ടായിരുന്നു, ബാക്കി അച്ഛന്മാരൊക്കെയായിരുന്നു. അപ്പം ഈ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, ഈ മാതൃദിനത്തിൽ തന്നെ ഇത്രയും പിതാക്കന്മാരെ അല്ല മാതാക്കളെയൊക്കെ ആദരിക്കാൻ സാധിച്ചു നമ്മുടെ ഒരു പരമഭാഗ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഊഴത്തിൽ ഞാൻ പറഞ്ഞു, ശുദ്ധാസംബന്ധം, എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ ഒരുപാട് ദിനങ്ങളുണ്ടെങ്കിലും ഭാരത സംസ്കാരത്തിൽ മാതൃദിനം എന്നൊരു ദിനമില്ല. ഷുഗർ കൊണ്ട് വെട്ടിയിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും തലേദിവസം അവർക്ക് വേണ്ടി മൊമൻറ്റോ വാങ്ങാനും ഫ്രൂട്ട്സ് വാങ്ങാനും സ്വീറ്റ്സ് വാങ്ങാനും ബേക്കറികളിലൊക്കെ തിരക്കാം മാതൃദിനത്തിൻ്റെ അന്ന്. എവിടെ നിന്നാണേലും അവധി എടുത്തു വരും. ഷുഗറുമായിട്ട് പഞ്ചസാര കണ്ടിട്ട് കാലങ്ങളായവർക്കാണ് ലഡുവും ജിലേബിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ദിനമില്ല. നമുക്ക് 365 ദിവസവും മാതൃദിനമാണ്, 365 ദിവസവും പിതൃദിനമാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അങ്ങനെ മാറ്റിവെക്കാൻ നമുക്ക് ദിനങ്ങളില്ല. എന്നും ഒരുപോലെ ആയിരിക്കണം, എന്നും ഒരേപോലെ ശുശ്രൂഷ പരിഗണന അവർക്കുണ്ടാവണം. അതാണൊരു പുത്രധർമ്മം എന്ന് പറയും, അല്ലെങ്കിൽ പുത്രീധർമ്മം എന്ന് പറയും. അപ്പം ഞാനത് ഒരു കഥയൊക്കെ പറഞ്ഞ് അവിടെ സമർപ്പിച്ചപ്പോൾ അവർക്കത് വലിയ സ്വാഗതം ചെയ്തു കേട്ടോ അവരത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ തർപ്പണാദികൾ ചെയ്യാം. അവരതൊന്ന് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിൻ്റെ മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥതലങ്ങളിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ആചാര്യന്മാർ കരുതി വെച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഗുരുത്വം നമ്മൾ തിരിച്ചറിയും. അത്ര മഹത്തരമാണെന്ന്. പ്രധാനമായിട്ട് 5 മന്ത്രങ്ങളുണ്ട്, സമയപരിമിതിയുണ്ട്. 5 മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥം വിശദീകരിക്കും. എന്തായാലും നമ്മളിതൊക്കെ ചെയ്യുന്നത് പൂർവികരോടുള്ള നമ്മുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചോറ് തന്നെ നമ്മൾ വെക്കുന്നത്, അല്ലെ അരി തന്നെ കൊടുക്കുന്നത്? അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ശാസ്ത്രീയതയുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഞാനതിൽ ഒരു മന്ത്രം പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, അസിപത്രം വനേ പാകേ കുംഭീ പാകേജരൗരവേ തേഷാം ഉദ്ധരണാർത്ഥായ ഇതം പിണ്ഡം ദദാമിഹം. 3ാമത് നമ്മളൊരു പിണ്ഡം വയ്ക്കും. അസിപത്രം കുംഭീ പാകം രൗരവം. അതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ഘോര നരകങ്ങളിൽ 28 നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പെടുന്ന നരകങ്ങളാണ്. അതിലേതിലെങ്കിലും എൻ്റെ പൂർവ്വപിതാക്കൾ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന ഈ പിണ്ഡം കൊണ്ട് അവർക്ക് അവിടുന്ന് ഉദ്ധാരണം ഉണ്ടാവണം എന്നതാണ് സങ്കല്പം. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഈ തർപ്പണമൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് ഈ മന്ത്രം? ആ ബ്രഹ്മണോയെ പിതൃവംശജാതാഹ മാതൃസ്തദാ വംശഭവാമതീയ വംശദ്വയേ അസ്മിൻ മമ ദാസഭൂതാഹ ഭൃത്യാ തഥൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യാഹ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച കൃതോപകാര ഇതം പിണ്ഡം ദദാമ്യഹം. പ്രകാരം പിണ്ഡം വയ്ക്കുന്നു. ആർക്കൊക്കെ? ആ ബ്രഹ്മണോയെ പിതൃവംശജാതാഹ. ബ്രഹ്മാവിൻ്റെ കാലം തൊട്ട് നമ്മുടെ അച്ഛൻ്റെ 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 എവിടെ ഒരു തുടക്കമുണ്ടല്ലോ, അതുപോലെ അമ്മയുടെ 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 അങ്ങനെ പറയുമ്പോൾ ഒരു തുടക്കമുണ്ടല്ലോ. എവിടെ നിന്നാണോ ആ തുടങ്ങുന്നത് അവിടം തൊട്ടുള്ള പിതൃവംശത്തിലും മാതൃവംശത്തിലുമുള്ള എൻ്റെ പിതാക്കൾ, എൻ്റെ പിതൃക്കൾ. അതോടൊപ്പം എൻ്റെ ഈ ജീവസന്ധാരണത്തിൽ ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൂർവ്വജന്മത്തിൽ എനിക്ക് ഭൃത്യന്മാരായിട്ടും ദാസന്മാരായിട്ടും നിന്നവർക്ക്, എനിക്ക് ക്ഷീരാദികൾ തന്ന പക്ഷിമൃഗാദികൾക്ക്, എനിക്ക് ഫലമൂലാദികൾ തന്ന വൃക്ഷങ്ങൾക്ക്, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആരൊക്കെ ഉപയുക്തമായിട്ടുണ്ടോ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവരൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ പിണ്ഡം വയ്ക്കുന്നത്. കാമ്യകർമ്മം കാമന പൂർത്തീകരണത്തിനായിട്ട്, ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ചെയ്യേണ്ടത്. പ്രായശ്ചിത്ത കർമ്മം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നു. നമുക്ക് 4ാമത്തിൽ തുടങ്ങാം. നമ്മളൊക്കെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാത്തവരുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് പ്രായശ്ചിത്ത കർമ്മത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യുന്നവരുമല്ല. അപ്പോൾ നമുക്ക് പ്രായശ്ചിത്ത കർമ്മമൊക്കെ വിട്ടേക്കാം അല്ലെ? പ്രായശ്ചിത്ത കർമ്മം നമുക്ക് ആവശ്യമുള്ളതല്ല. പിന്നെ 3ാമത്തത് കാമ്യകർമ്മമാണ്, ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള കർമ്മം. നമ്മളൊക്കെ ഭഗവാന്റെ പരമഭക്തരായിരിക്കുമ്പോൾ ഭഗവാൻ ഗീതയിൽ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. എന്തുവാ? അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി. അപ്പോൾ ഭഗവാനെ അന്യചിന്തയില്ലാതെ ഭജിക്കുന്നവർക്ക് നമുക്ക് കൃത്യമായിട്ട് വേണ്ടതൊക്കെ ഭഗവാൻ തരുന്നുണ്ട്.
നമുക്കൊരു ആഗ്രഹത്തിന്റെ പ്രശ്നമുണ്ടോ? ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടൊരു കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആകെയുള്ള ആഗ്രഹം ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഗുരു തന്നെ പറയുന്നു, അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ. ഞങ്ങൾ ഒന്നും ചോദിക്കാതെ എല്ലാം അവശ്യ അനുസരണം കൃത്യമായിട്ട് ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. ഇനി രണ്ടാമത്തത് നൈമിത്തിക കർമ്മം. ഒരു നിമിത്തം വന്നാൽ അതിനുവേണ്ടി ചെയ്യേണ്ട കർമ്മം. അതിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ചെയ്യും, അല്ലേ? നിമിത്തം വന്നാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ നൂലുകെട്ട് നടത്തും, പിന്നെ ചോറൂണ് നടത്തും, വിദ്യാരംഭം നടത്തും, മുതിർന്നു കഴിയുമ്പോൾ വിവാഹം നടത്തും, മരണപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ചടങ്ങുകളെല്ലാം ചെയ്ത് മരണപ്പെട്ട് അന്ത്യേഷ്ടി എന്ന് പറയുന്ന കർമ്മവും ചെയ്യും. ഇപ്പം നമ്മൾ എന്തായാലും ചെയ്തേ പറ്റും. അപ്പം അതും നമുക്ക് വിടാം. പിന്നെ പോയിട്ടുള്ളതാണ് നിത്യകർമ്മം. അത് മാത്രം ചെയ്താൽ മതി. അതിലാണ് പഞ്ചമഹായജ്ഞങ്ങൾ വരുന്നത്. നിത്യകർമ്മം എന്നും ചെയ്യണം. ഒരു ദിവസം പോലും മുടക്കം വരാതെ ചെയ്യേണ്ട കർമ്മമാണ് നിത്യകർമ്മം. ഈ നിത്യകർമ്മത്തിലാണ് പഞ്ചമഹായജ്ഞങ്ങൾ വരുന്നത്. പഞ്ചമഹായജ്ഞങ്ങൾ അറിയാമല്ലോ, എന്തൊക്കെയാണ്? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മാനുഷ്യയജ്ഞം. ഈ 5 യജ്ഞങ്ങൾ, യജ്ഞം എന്നൊക്കെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 5 യജ്ഞങ്ങൾ എന്നും അനുഷ്ഠിക്കേണ്ടതാണ്, പഞ്ചമഹായജ്ഞങ്ങൾ. അതിൽ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക, പഠിപ്പിക്കുക. വേദ പഠനവും പാഠനവുമാണ് ബ്രഹ്മയജ്ഞത്തിൽ പെടുന്നത്. നിത്യവും നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ അനേക ഒരു ലൈബ്രറി തന്നെയുള്ള നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് പാരായണം ചെയ്യണം, അത് ചർച്ച ചെയ്യണം, പങ്കിടണം. വേദം പഠിക്കുക, പഠിപ്പിക്കുക, ഒരു മാറ്റവുമില്ലാതെ എന്നും ചെയ്യേണ്ട ഒന്നാണ്. ഏതെങ്കിലും മതി. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം എടുത്ത് അതിൻ്റെ അർത്ഥത്തെ ഒരുപാട് വ്യാഖ്യാനങ്ങളോട് കൂടിയത് കിട്ടാറുണ്ട്. ആത്മോപദേശ ശതകമാവട്ടെ, ഹരിനാമ കീർത്തനമാവട്ടെ, ജ്ഞാനപ്പാനയാവട്ടെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ട് അതിനൊന്ന് പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥതലത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം. പഠിക്കണം, പഠിപ്പിക്കണം. അത് ബ്രഹ്മയജ്ഞത്തിൽ പെടുന്നതാണ്. രണ്ടാമത്തത് ദേവയജ്ഞം. ക്ഷേത്ര ദർശനം നടത്തണം, അഗ്നിഹോത്രം നടത്തണം, പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തണം. അപ്പം നമ്മൾ വീടുകളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ്, വിശദമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ വിശദമായിട്ടല്ല, നമ്മൾ നിത്യവും ക്ഷേത്ര ദർശനം. അപ്പം ക്ഷേത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ക്ഷയാത്രായതേ ഇത് ക്ഷേത്രം. നമ്മളെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, ഉയർത്തുന്നതാണ് ക്ഷേത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, ജപിക്കാനാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏക ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഉത്തേജിക്കപ്പെടുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളും ഒരുപോലെ ഉത്തേജിക്കപ്പെടുന്ന ഒരു സങ്കേതമാണ് ക്ഷേത്രം. നിത്യേന നിയമേന പൂജ നടക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ എത്തുമ്പോൾ ഒന്ന് നമ്മുടെ കണ്ണ് ഭഗവാന്റെ നിറദീപങ്ങളാൽ അലങ്കൃതമായി നിറമാല ചാർത്തി ഉള്ള മനോഹരമായ വിഗ്രഹം നമ്മുടെ കണ്ണിനെ ഉത്തേജിപ്പിക്കും. അവിടെ നിന്ന് കേൾക്കുന്ന മന്ത്രധ്വനികൾ, ജപധ്വനികൾ നമ്മുടെ കാതിനെ ഉത്തേജിപ്പിക്കും. അവിടുന്ന് ലഭിക്കുന്ന തീർത്ഥം, പ്രസാദം, അത് നമ്മുടെ നാവിനെ ഉത്തേജിപ്പിക്കും. അവിടുന്ന് ലഭിക്കുന്ന ചന്ദനാദി പ്രസാദങ്ങൾ ശരീരത്തിന് തൊടുമ്പോൾ നമ്മുടെ ത്വക്കിനെ ഉത്തേജിപ്പിക്കും. പിന്നെ ഏതാ? അവിടുന്ന് ലഭിക്കുന്ന സുഗന്ധ ചന്ദനത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും നറുനെയ്യുടെയൊക്കെ സുഗന്ധം നമ്മുടെ നാസികയെ ഉത്തേജിപ്പിക്കും. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളും ഉത്തേജിച്ച് നമ്മളൊരു ഏകാഗ്രതയിലേക്ക് എത്തുന്ന സങ്കേതമാണ് ക്ഷേത്രം. അപ്പോൾ നിത്യേന ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ, നമുക്ക് നിത്യേന നിയമേന പൂജ നടക്കുന്ന ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു പ്രത്യേക തലത്തിലേക്ക് വരും, ഒരു മാനസികാവസ്ഥയിലേക്ക്. ഇപ്പം ഇന്നലെയൊക്കെ നമ്മളത് അനുഭവിച്ചില്ലേ, ക്ഷേത്രങ്ങളിലേക്ക് വൈഷ്ണവി മതതികൾ എന്ന് പറയും. അത് പണ്ഡിതന്മാരാൽ രചിക്കപ്പെടുന്നതാണ്. പക്ഷേ ശ്രുതികൾ, നമ്മുടെ ഉപനിഷത്തുകൾ, വേദം, ഭഗവത്ഗീത അതിൻ്റെ ഗണത്തിലാണ് പെടുത്തുന്നത്. ഇപ്പോഴും വലിയ ചർച്ചയാണ് ഭഗവത്ഗീത ശ്രുതിയാണോ സ്മൃതിയാണോ എന്നുള്ളത്. എന്തായാലും രണ്ടു ഭാഗത്തും യോജിക്കുന്നതാണ് ഗീതയ്ക്ക്. ഇതൊക്കെ എത്ര വർഷം ഇനിയും കഴിഞ്ഞാലും അത് നിത്യനൂതനമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്മൃതികളുണ്ട്. പരാശര സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി. അത് 5000 വർഷങ്ങൾക്ക് മുമ്പാങ്ങാണ്ടാണ് മനുസ്മൃതിയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ വിധി നിഷേധങ്ങളാണ് അതിൽ പറയപ്പെടുന്നത്. ഇന്ന് പലരും അതെടുത്തിട്ടാണ് ഇവിടെ
അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ടു പോയി എന്ന് ചിന്തിക്കാനോ അത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അത് സ്വയം പഠിക്കാനുള്ള ഒരു താല്പര്യം അവർക്കുമില്ല, ഈ പറയുന്നവർക്ക്. അപ്പം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയൊക്കെ നമ്മുടെ ശശികല ടീച്ചറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടവും ഉണ്ട്, ഓപ്പറേഷനും ഉണ്ട്. രണ്ടും ശസ്ത്രക്രിയയാണ്. ശസ്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ശസ്ത്രക്രിയ. സർജറി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടാവണം, രക്തമൊട്ടും പോവരുത്, സൂക്ഷ്മത ഉണ്ടാവണം, പ്രാർത്ഥനാ നിർഭരമായിട്ടാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വെട്ടിക്കീറുകയാണ്, കേട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ട് ശസ്ത്രം ഉപയോഗിച്ച് ചെയ്താണ് ഈ ഒരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ കുച്ചികളൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കേട് മാത്രം പൊക്കി പിടിച്ചിട്ട് അതെന്താണ്, ഏത് സാഹചര്യമാണ് എന്നൊന്നും മനസ്സിലാക്കാതെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി സ്വയം കുച്ചികളായിട്ട് അങ്ങ് ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഈ സർജറി ചെയ്യാൻ തയ്യാറാവണം. അതിൻ്റെ നന്മകളെ സംശീകരിക്കുവാനും ഒന്നും മതി. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മഹത്വം. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ജ്ഞാനപ്പാനെയെങ്കിലും നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് നല്ലൊരു അവബോധം ഉണ്ടാകും. ഹരിനാമ കീർത്തനം, ദൈവദശകം, ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പം എന്തായാലും നമുക്കിങ്ങനെയുള്ള ഗുരുക്കന്മാരെയൊക്കെ കിട്ടിയത് നമ്മളുടെ പരമഭാഗ്യമാണ്. അതാത് കാലഘട്ടങ്ങളിൽ ഇപ്പോഴാണേലും നമുക്ക് ഗുരുക്കന്മാരുണ്ട് നമ്മളെ നയിക്കുവാനായിട്ട്, നമ്മുടെ സങ്കടങ്ങളെ ഇറക്കി വയ്ക്കുവാനായിട്ട്, നേർദിശയിലേക്ക് നയിക്കുവാനായിട്ടൊക്കെ നമുക്ക് ഇത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുക. നമ്മൾ ഭാരതത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ അല്ലേ? ഇത് സർവേഷു ജന്തുഷു താരണം സർവ്വലോകേഷു തേന ഭാരതമുച്ചതേ. താരണം സർവ്വലോകങ്ങളെയും രക്ഷിക്കുന്നത്. ഭാരതം ഇന്ന് വരെ ഒരു ലോകത്തെ ആക്രമിക്കാൻ പോയിട്ടില്ല അല്ലേ? അന്നും ഇന്നും വന്നവരെല്ലാം കൈനീട്ടി അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചതേ ഉള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ ഒരു മന്ത്രം ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാം ചൊല്ലാറുണ്ടല്ലേ? ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ എന്നൊരു സങ്കല്പം ഭാരതത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഭവത്യേകനീടം, ഒരു പക്ഷിക്കൂടാണ്, വസുധൈവ കുടുംബകം എന്നൊരു സങ്കല്പം, ലോകം മുഴുവൻ ഒരൊറ്റ തറവാടാണ് എന്നൊരു സങ്കല്പം ഭാരതത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഋഷീശ്വരന്മാരാണ് പ്രാർത്ഥിച്ചത് ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. ഈ വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭദ്രങ്ങളായ ചിന്തകൾ, ഭദ്രങ്ങളായ വാർത്തകൾ എന്നിലേക്ക് എത്തണമേ എന്ന് ആഗ്രഹിച്ചത് നമ്മുടെ പൂർവികരാണ്. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് കൊണ്ട്, എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തി പൂജിക്കുന്നത് കൊണ്ട്, എല്ലാ രാജ്യങ്ങളെയും സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പുണ്യഭൂമിക്ക് ഭാരതം എന്ന പേര് കിട്ടിയത്. വേറെ ഒരിടത്തും നമുക്ക് രതി സർവേഷു ജന്തുഷു, സർവ്വ ജന്തുക്കളെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? നമ്മുടെ കുട്ടികളോട് ചെറിയ പ്രായത്തിലല്ലേ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി അഭിമാന ബോധമുണ്ടാക്കണം. അതുകൊണ്ടാണ് എത്രയോ ആചാര്യന്മാർ, ഭാരതവും സൂര്യചന്ദ്രന്മാരും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ ഒരു ആചാര്യന്മാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തെ നമ്മളൊക്കെ പൂന്താനം പറഞ്ഞതുപോലെ കുങ്കുമത്തിന്റെ അല്ലെ ചന്ദനത്തിന്റെ സുഗന്ധവും ഇതൊന്നും അറിയാതെ ചുമക്കുന്നവരെ പോലെ ഇങ്ങനെ കരുതുകളെ പോലെ ഉള്ളൊരു ജന്മമായി മാറാതെ ഇതിന്റെ മഹത്വത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഇസ്ലാമിക സുഹൃത്തിനോട്, ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ മതി അല്ലേ? ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കാം, ഒരു ഇസ്ലാം കുട്ടിയോട് ചോദിക്കാം നിന്റെ മതഗ്രന്ഥം ഏതാണ്, നിന്റെ ആരാധനാ രീതി എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നല്ല മണ്ണി പോലെ ഉത്തരം പറയും. 2017 എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കുട്ടികളുടെ ഒരു ദശദിന ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിൽ 1000ഓളം കുട്ടികളുണ്ടായിരുന്നു. സാമുദായികമായിട്ട് നോക്കിയാൽ 600ഓളം കുട്ടികൾ ഹിന്ദു കുട്ടികളായിരുന്നു, 300ഓളം കുട്ടികൾ ക്രിസ്ത്യൻ കുട്ടികളായിരുന്നു, 100ൽ താഴെ ഇസ്ലാം കുട്ടികളും ഉണ്ടായിരുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ. അപ്പോൾ സംഘാടകർ ഒരു കാര്യം ചെയ്ത് എല്ലാവർക്കും 5 മിനിറ്റ് വീതം സമയം അനുവദിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. എല്ലാ മതങ്ങളും. ഇസ്ലാം കുട്ടികളോട് ചോദിച്ചു ഒരു പ്രാർത്ഥന ചൊല്ലാവോ? ഓരോ കുട്ടിയും പറഞ്ഞു ഞാൻ തയ്യാർ,
ഞങ്ങൾ തയ്യാർ. ക്രിസ്ത്യൻ കുട്ടികളും പറഞ്ഞു ഞാൻ തയ്യാർ, ഞങ്ങൾ തയ്യാർ. അപ്പൊ സ്വാഭാവികമായിട്ട് 600 പേരുണ്ടല്ലോ, ഇവരിൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പം തണ്ടൊടിഞ്ഞ താമര പോലെ 600 തലകളും താഴേക്ക് കിടന്നു എന്നാണ്. ഒരാൾക്ക് പോലും എണീറ്റ് നിന്ന് നമുക്ക് എത്രയാ നമ്മൾ ഇന്നലെ പറഞ്ഞു ദ്വയാക്ഷരി ഹേ രാമ 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 എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ പകർന്നു കൊടുക്കാനല്ല, പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അത് ആരുടെയും കുറ്റമല്ല, കാലങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെ തുടർന്നു വരുന്നത് കൊണ്ടാണ്. നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഗീതയുടെ ആ ഒരു ശ്ലോകം പറഞ്ഞായിരുന്നു, വിമർശയിതശേഷേണ യഥേച്ഛാസി തഥാ ഗുരു, ഇതിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ആ ഒരു സ്വാതന്ത്ര്യം പണ്ട് തൊട്ടേ സനാതനധർമ്മത്തിന്, സനാതനധർമ്മം മതമാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സനാതനധർമ്മം മതമല്ല, അതൊരു സംസ്കാരമാണ്. വേണേ ഒരു മതങ്ങളുടെ കൂട്ടായ്മയാണെന്ന് പറയാം. ഹിന്ദു മതങ്ങൾ എന്ന് വേണേ പറയാം. ഹിന്ദു മതം എന്നൊരു മതമില്ല, കാരണം അതിനകത്ത് ശൈവ മതമുണ്ട്, ശാക്തേയ മതമുണ്ട്, വൈഷ്ണവ മതമുണ്ട്, സൗരാഷ്ട്ര മതമുണ്ട്, ഗാണപത്യ മതമുണ്ട്, കുമാരമതമുണ്ട്. കുറേ മതങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹിന്ദു മതങ്ങൾ എന്ന് പറയാം. അതൊരു സംസ്കാരമാണ്, ഇതൊരു ജീവിതചര്യയാണ്. പൂർണ്ണമായിട്ടൊരു മതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കാതലായ തത്വത്തിന് മാറ്റം വരാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഒരു രക്ഷിക്കുന്നത് കൊണ്ട്, പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്. നമുക്ക് ഭാരതത്തിൽ ഇല്ലാത്തത് എവിടെയെങ്കിലും ഉണ്ടോ? അല്ലേ? ഈ ശാസ്ത്രത്തിന്റെ, ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും പ്രചോദനമായത് ഭാരതീയ ഋഷിമാരുടെ സങ്കല്പമാണ്. വിമാനം, അല്ലേ? ഏതെങ്കിലും ഒരു ഇതിൽ നമുക്കൊരു വിമാനത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും, ഉള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, പക്ഷെ അങ്ങനെ ഒന്ന് കൺസീവ് ചെയ്യാൻ നമ്മുടെ ആചാര്യന്മാർക്ക് സാധിച്ചിരുന്നു, ഭാവന ചെയ്യാൻ. അങ്ങനെയാണ് പുഷ്പക വിമാനം ഉണ്ടായി. ഇപ്പൊ ആധുനിക ശാസ്ത്രത്തിന്റെ ക്ലോണിങ്, ആദ്യത്തെ ടെസ്റ്റ് ഡോളി എന്ന ആടല്ല, ദ്രോണരാണ്, ഒരു കുടത്തിനകത്താണ് ഉണ്ടാവുന്നത്. ക്ലോണിങ്ങിലൂടെയാണ് നൂറ്റവരുണ്ടായത്. ഒരു മാംസപിണ്ഡത്തെ 100 കുടങ്ങളിലാക്കി വെച്ച് ശാസ്ത്രത്തിന് പ്രചോദനമാകുന്നത് മിസൈലുകൾ. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കയ്യിലൊക്കെ ആഗ്നേയാസ്ത്രം ഉണ്ടായിരുന്നു, അത് ചില്ലക്കടം. അതേ സങ്കല്പത്തിലാണ് നമ്മൾ ഇന്ന് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട്, അതെ, ദൂരദർശൻ ഒക്കെ വരുമ്പോ ആദ്യത്തെ ദൂരദർശൻ സഞ്ജയനാണ് കാണുന്നത്, അല്ലേ? കൃത്യമായിട്ട് ലൈവ് പ്രോഗ്രാം ഇരുന്ന് കാണുന്നത് സഞ്ജയനാണ്. അപ്പൊ അതൊക്കെ ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് പിന്നില് ഭാരതീയ ഋഷിമാരുടെ കയ്യൊപ്പുണ്ട്. അതുകൊണ്ടാണ് ഭാഭാതി സർവശാസ്ത്രേഷു, സർവശാസ്ത്രങ്ങളെയും ഏതേത് മേഖല എടുത്താലും അതിലൊക്കെ പ്രകാശിപ്പിച്ചിരുന്ന ഭാരതം. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര്. ഇനി രണ്ടാമത്തത് രതി സർവേഷു ജന്തുഷു, എല്ലാ ജീവജാലങ്ങളെയും തുല്യ ഭാവനയിൽ കണ്ടിരുന്നുകൊണ്ട്, സംരക്ഷിച്ചിരുന്നതുകൊണ്ട്. നമുക്കറിയാം സെമിറ്റിക് മതങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്, മനുഷ്യന് മാത്രമാണ്, മനുഷ്യന് വേണ്ടിയാണ് സർവ്വ ജീവജാലങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവയൊക്കെ അത്യാവശ്യം കൊന്നു ഭക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല, മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, ബാക്കിയൊക്കെ ജീവനാണ് എന്നുള്ളൊരു തെറ്റായ സങ്കല്പമുണ്ട്. നമുക്ക് നമ്മുടെ ഇതിഹാസത്തിലൊക്കെ മാത്രമാണ് മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പക്ഷിമൃഗാദികളുള്ളത്, അല്ലെ? ഒരു അണ്ണാറക്കണ്ണൻ രാമായണത്തിലുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സേനകളായിട്ട് നമ്മുടെ ഇതിന്റെ ചുറ്റുപാടും കാണുന്ന വാനര സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമ്പാദി, ജഡായു എന്ന 2 പക്ഷി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം മഹാഭാരതത്തിലാണെങ്കിൽ ഒരു കീരിയുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് സർവഭാവനയിൽ കണ്ട. ഇതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മനുഷ്യന് മാത്രമാണ് ധാർമ്മിക ബോധമുള്ളത്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സംസ്കാരമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. ഉദിച്ചു വരുന്ന സൂര്യനെ തൊട്ട് കറുകപ്പുല്ലിനെ വരെ പൂജിക്കുന്ന ഒരു സംസ്കാരം, അത് ഭാരതത്തിന് മാത്രമേ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ എല്ലാവർക്കും ഓരോ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്കെല്ലാം ഓരോ പക്ഷിയുണ്ട്, മൃഗമുണ്ട്, വൃക്ഷമുണ്ട്. ഇങ്ങനെ ഓരോന്നിനെ സങ്കല്പിച്ചിട്ടുണ്ട്. ഈ പക്ഷിയെയും മൃഗത്തെയും വൃക്ഷത്തെയും ഒക്കെ സംരക്ഷിക്കണം. ആ നക്ഷത്രക്കാരൻ ആ വൃക്ഷം മുറിക്കാൻ പാടില്ല, ആ പക്ഷിയെ ഉപദ്രവിക്കാൻ പാടില്ല, ആ വൃക്ഷത്തെ നട്ട് വളർത്തണം, മൃഗത്തെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിഷ്കർഷ നൽകിയത് കൊണ്ടൊക്കെയാണ്. അതുപോലെ നമുക്ക് 33 കോടി ദേവതകളുണ്ട്, അല്ലേ? ആ ദേവതകൾക്കെല്ലാം ഓരോ വാഹനങ്ങളെ ആചാര്യന്മാർ എന്തിനാ ഇതൊക്കെ നൽകിയത്? ഈ പരിസ്ഥിതിയുടെ ഒരു സംരക്ഷണത്തിനായിട്ടാണ്. വേറെ എവിടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്? ഇപ്പൊ നോക്കൂ, സുബ്രഹ്മണ്യ സ്വാമിക്ക് മയിലിനെ കൊല്ലുന്നത് ഇപ്പൊ കുറ്റകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായിട്ട് മയിലിനെ സങ്കല്പിച്ചില്ല എന്ന് ഭാരതത്തിൽ ഒരു മയിൽ കാണുമായിരുന്നു. എണ്ണയ്ക്കും മാംസത്തിനും വേണ്ടി അതിനെയൊക്കെ നമ്മൾ പണ്ടേ തീർത്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങൾ നൽകി ഈ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ഉതകുന്ന രീതിയിലായിരുന്നു ഭാരതീയ ദർശനം നിലനിന്നത്.
ഇതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു സൗന്ദര്യം. അപ്പം നമ്മൾ ഈ വീട്ടിലെ ഇങ്ങനെ വാസ്തുബലിയൊക്കെ നടത്തി, ഗണപതി ഹോമമൊക്കെ നടത്തി, ഈ അതിഥികളെ വിളിച്ച് നമ്മൾ ഇങ്ങനെയുള്ള നീതികേടുകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നിടത്ത് നമ്മൾ നിസ്സഹകരിക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ധർമ്മം നമ്മളെ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ധർമ്മം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മഹാഭാരത യുദ്ധം ആസന്നമായപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നറിയാം. 18 ദിവസവും ദുര്യോധനം വന്ന ഗാന്ധാരി മാതാവിന്റെ അടുത്ത്. പുത്രാ വിജയീ ഭവ എന്നല്ല പറഞ്ഞത്, യഥോ ധർമ്മ തഥോ ജയ. ഇവിടെ ധർമ്മമുണ്ടോ, നീ ധർമ്മം ആചരിക്കൂ എന്ന് പറയാതെ ഗാന്ധാരി മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ധാർമ്മികത വിട്ട് നമ്മൾ എവിടെ പോകുന്നു അവിടെയൊക്കെ നമുക്ക് പരാജയങ്ങളുണ്ട്. നമ്മുടെ തീർത്ഥയാത്രകളിലൊക്കെ ഇങ്ങനെയുള്ള ചില നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാവുകയും അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുകയും അതിലൂടെ നമ്മളോട് സഹകരിക്കുന്നവരുടെ ജീവിതത്തിലും വഴിത്താരയിലും പ്രകാശം ഇറ്റുവീരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതൊക്കെയാണ് നമ്മൾ ഈ തീർത്ഥയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഇപ്പം നോക്ക്, നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനെയും നമുക്ക് അശുദ്ധമാക്കാൻ പറ്റും, കുറവ് വരുത്താൻ സാധിക്കും. പക്ഷെ അഗ്നിയിൽ കുറവ് വരുന്നില്ല, അഗ്നി തൊടുന്നതൊക്കെ ശുദ്ധമാവത്തേയുള്ളൂ. അഗ്നി തൊടുന്നതൊക്കെ ശുദ്ധമാണ്. അതുകൊണ്ടാണ് അഗ്നിക്ക് നമ്മൾ പരമ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിനെ ഊതിക്കെടുത്തുക എന്നുള്ളത് ഭാരതീയ സംസ്കാരമല്ല. ഇപ്പൊ 3 വയസ്സുള്ള ഒരു കുട്ടി, അഭിഷേക് എന്നാണ് പേരെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അഭിഷേക് എന്ന് എഴുതിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് അത് ഊതിക്കെടുത്തു, ഒരു രീതി പറഞ്ഞ ജീവൻ കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ കുട്ടികളുടെ ഫോട്ടോ വരെ പതിപ്പിക്കുന്നുണ്ട് അല്ലേ? ആ ഐസ്ക്രീമിൽ ആ ഫോട്ടോ വരെ പതിപ്പിച്ചിട്ടാണ് കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്, കീറി മുറിക്കുകയാണ്. ഇത് നമ്മുടെ സംസ്കാരമാണ്. ഞാൻ പണ്ട് ഡൽഹിയിലായിരുന്നപ്പോൾ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ പോയി. ഒരമ്മ, ഞാനിതിങ്ങനെ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞപ്പോൾ ആ അമ്മ എന്നിട്ട് അമ്മയുടെ മകനെയും കൂട്ടി ഞാൻ നിൽക്കുന്നിടത്ത് വന്നു. അവന് കേക്ക് മുറിച്ചേ പറ്റൂ, ഈ ഫോട്ടോ അല്ല എൻ്റെ പേര് എഴുതിയേ പറ്റൂ, മെഴുകുതിരി ഊതിക്കെടുത്തിയേ പറ്റൂ. കുറേ ശ്രമിക്കേണ്ടി വന്ന ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. ഇത് നമ്മുടെ സംസ്കാരമല്ല, നമ്മൾ എല്ലാം കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 വയസ്സുള്ളൊരു കുട്ടിയാണ്, ഒരു നിലവിളക്ക് വെച്ച് 3 തിരിയിട്ട് ആ കുട്ടിയെ കൊണ്ട് 3 തിരികൾ തെളിപ്പിക്കുക. നമ്മുടെ ഭീമസേനൊക്കെ ധാരാളം ലഡ്ഡു ജിലേബിയൊക്കെ കഴിച്ചതായിട്ട് മഹാഭാരതം പറയുന്നുണ്ട്. ആ കാലത്തൊട്ടേ നമുക്ക് ലഡ്ഡു ഉണ്ട്, ജിലേബി ഉണ്ട്. അത് എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് വാങ്ങി ഇതിന് മുന്നിൽ വെച്ചിട്ട് നല്ല പ്രാർത്ഥന ചൊല്ലുക, നല്ല മംഗള കീർത്തനങ്ങൾ. അപ്പൊ അതിലൊന്നാണ് ശതം ജീവ ശരദോ ശതം വർദ്ധമാനം ശതം ഹേമന്താം തുടങ്ങുന്ന വേദമന്ത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ജന്മദിനമിതം ഐ പ്രിയ സഖേ പ്രാർത്ഥയാമിതേ ശതായുഷി ഭവ എന്നൊക്കെ പറഞ്ഞുള്ള മന്ത്രങ്ങൾ ചൊല്ലി കുട്ടിയെ ആശീർവദിക്കണം. ആശീർവദിച്ചിട്ട് ഇതെല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കണം. ഒരു വൃക്ഷത്തൈ നടണം. നമ്മുടെ ഭാരതത്തിന് മാത്രമുള്ള ഒരു സംസ്കാരമാണ്. ആ കുട്ടിയെ കൊണ്ടൊരു ചെടിയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ തൈയോ എന്തെങ്കിലും നടുവിച്ചിരിക്കണം. ഇങ്ങനെ ഈ ഊതിക്കെടുത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് പിറന്നാളിനെ നമ്മൾ ബർത്ത്ഡേ ആക്കി മാറ്റി. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന അർത്ഥം അറിയാതെ നമ്മൾ തുള്ളി മാറ്റുന്ന ആ ഒരു സംസ്കാരം ഭാരതീയമല്ല, അത് മാറ്റേണ്ടത്. മറ്റൊന്ന്, നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു കാലഘട്ടമാണ് കേട്ടോ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കർമ്മമാണ് നൂലുകെട്ട് എന്ന് പറയുന്നൊരു ചടങ്ങ്. 27, 28 എന്നൊക്കെ പല നാടുകളിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ടാവും. അന്ന് പണ്ടൊക്കെ നല്ല സദ്യവട്ടങ്ങൾ ഒരുക്കുമായിരുന്നു. ഇന്നത്തെ അവസ്ഥയോ അല്ലേ? അഥർവ വേദത്തിൽ ഒരു മഹാമന്ത്രമുണ്ട്, പിശാച ക്ഷയണമസി പിശാച ജാതനം മേധാസ്വാഹ. വിഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയൂ? വിഷം എന്ന് പറഞ്ഞാൽ മാംസം. വിഷം ഭക്ഷിക്കുന്നവരെയാണ് പിശാച് എന്ന് വിളിക്കുന്നത്. അല്ലയോ പരമേശ്വര, ഈ മാംസം ഭക്ഷിക്കുന്ന ഈ പിശാചുക്കളുടെ ക്രൂര സ്വഭാവത്തെ അവിടുന്ന് ഇല്ലാതാക്കിയാലുമെന്ന് സാമാന്യൻ ആ മന്ത്രത്തിനൊരു അർത്ഥം പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതോടൊപ്പം തന്നെ അതിഥി ദേവോ ഭവ അല്ലെ, ഭാരതത്തിന്റെ ആപ്തവാക്യങ്ങളിൽ അതിഥിയെ അതിന്റെ ആന്തരികമായ അർത്ഥമൊക്കെ വേറെയാണ്. അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായിട്ട് സൽക്കരിക്കണം. അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഈ കുഞ്ഞിന്റെ ചടങ്ങിന് നമ്മൾ കുറച്ചുപേരെ വിളിക്കുക അതിഥികളായിട്ട്. എന്നിട്ട് നമ്മൾ ദേവനെ ഉപചരിക്കുന്ന പോലെ വേണം അവരെ ഉപചരിക്കാൻ. എങ്ങനെയാണ് നമ്മൾ ദേവന്മാർക്ക് നമ്മൾ അതാണ് താമസികമായ പൂജാവിധാനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. കൗളാചാരത്തിലൊക്കെ വരും അത്. തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്റെ ദേവതയ്ക്ക് നൽകുന്ന, അത് നമുക്ക് പിന്നീട് സമയം കിട്ടിയ ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിഥികളെ വിളിച്ച് ഈ മംഗള കർമ്മങ്ങള് ഇത്ര മോശകരമാക്കി മാറ്റുന്നു നമ്മൾ. ശരിയാണോ? നീ മംഗളകർമ്മങ്ങൾ, വിവാഹ വാർഷികങ്ങള്, പിറന്നാളുകള്, നൂലുകെട്ട്, വിവാഹ നിശ്ചയം, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ഇതേ രീതിയിലേക്ക് അധപ്പതിപ്പിച്ചു കളഞ്ഞു.
അതുകൊണ്ടാണ് നമ്മുടെ സമാജം രക്ഷപ്പെടാത്തത്. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരെന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അതിലും ആർഭാടമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ദുരാഗ്രഹം മനസ്സിൽ വന്നതോടുകൂടി നമ്മുടെ ധാർമ്മിക ശുദ്ധി സംഭവിച്ചു. അതിലാണ് മാറ്റം വരേണ്ടത്. അതിൽ മാറ്റം വരുത്താനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ നല്ല തീരുമാനമെടുക്കണം. നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹമാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ആരും അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അത് ചെയ്യില്ല എന്നും നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലേക്ക് അത് അനുവദിക്കില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നിസ്സഹകരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. അതിഥിയെ ദേവനായിട്ട് കാണാം. അപ്പൊ നോക്കൂ, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അല്ലേ, അദ്ദേഹം എന്നും വിസ്കിയും കഴിക്കും, പശുമാംസവും കഴിക്കുന്ന ആളാണ്. നമ്മുടെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണ സാറ് പോയി, അല്ലെങ്കിൽ വിശ്വനാരായണൻ നമ്പൂതിരി, ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും വീടുകളിലേക്ക് അദ്ദേഹം ഒരു അതിഥിയായിട്ട് വന്നാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളത് കൊടുക്കും. അവര് കൊടുക്കും, നമ്മളാണ് കൊടുത്തേക്കില്ലേ. അപ്പൊ അവരവർക്ക് ഇഷ്ടമുള്ളതല്ല, നമുക്ക് യോഗ്യമായത് നമ്മുടെ ധാർമ്മികത്തിനനുസൃതമായിട്ടുള്ള ഭക്ഷണം നമ്മൾ അതിഥികളെ സൽക്കരിക്കുന്നതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റൊന്ന്, നമ്മൾ കടം മേടിച്ചോ ലോൺ എടുത്തൊക്കെ ഒരു വീട് വെക്കും. വീട് വെച്ചിട്ട് അതിന്റെ പുരവാസ്തുബലി നടത്തും, ഹൗസ് വാങ്ങും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? തലേദിവസം ഒരു വൈദികനെ വിളിച്ചു വരുത്തി വാസ്തുബലി നടത്തും. വാസ്തുബലി എന്തിനാണ്? നമ്മൾ ആ വീട് വെച്ചപ്പോൾ അവിടെ കുഴിയെടുത്തപ്പോൾ, വാനം എടുത്തപ്പോൾ അവിടുത്തെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടാവാം. അത് വാനം എടുത്തപ്പോഴും ആ നിർമ്മിതിക്കിടയിലും അനേക ജീവജാലങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവരുടെ ഭവനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. നമുക്കറിയില്ല, നമ്മൾ കുഴിയെടുക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രാണികളൊക്കെ അതിനകത്തുണ്ടാവും, ജീവികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ജീവികളുടെ ഒന്നും ശാപതാപങ്ങൾ നമ്മളിലേക്ക് ഏൽക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ വാസ്തുബലി നടത്തുന്നത്. ബ്രഹ്മദേവനെ പൂജിച്ച് 64 കളങ്ങളുള്ള പത്മമൊക്കെ ഇട്ട് അതിൽ 64 ദേവതകളെ പൂജിക്കുന്നുണ്ട്. പൂജിച്ചിട്ട് ഇപ്പോൾ അതാണ് നമ്മുടെ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ ഒരു സൗന്ദര്യം അതാണല്ലോ. ഇപ്പൊ ജലദേവതകൾ, ജലജീവികളുണ്ട്, അവർക്കെല്ലാം കൂടി ഒരു ദേവതയുണ്ട്. അതിന് നമ്മൾ വരുണദേവൻ എന്ന് പറയുന്നു. വായുവിലുള്ള ജീവികൾക്കെല്ലാം കൂടെ ചേർത്തൊരു ദേവൻ വായു ഭഗവാൻ. അങ്ങനെ അതാത് ദേവതകളെ തൃപ്തിപ്പെടുത്തുകയാണ്. അവരുടെ പ്രസാദം കൊണ്ട് ഈ ജീവൻ നഷ്ടപ്പെട്ട, ഭവനം നഷ്ടപ്പെട്ട, അംഗഭംഗം നഷ്ടപ്പെട്ട ഒരു ജീവജാലങ്ങളുടെയും ശാപതാപങ്ങള് നമ്മളെ ബാധിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാസ്തുബലി നടത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ഗുരുപൂജ നടത്തും, അതോടൊപ്പം ഗണപതി ഹോമം നടത്തും. ആ ഗണപതി ഹോമത്തിന്റെ ഹോമധൂപം അവിടെ തീരുന്നതിന് മുമ്പേ വരുന്ന അതിഥികൾക്ക് നമ്മൾ എന്തായിരിക്കും നൽകുന്നത്? വിഷഭക്ഷണമാണ് അല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ ഐശ്വര്യം ഉണ്ടാവുക? ഇത് നമ്മളുമായിട്ട് ചേരുന്നവരോട് നമ്മളിത് പറഞ്ഞ് പകർന്നു കൊടുത്ത് ധാർമ്മികമായിട്ട് ജീവിക്കാൻ, ദുർലഭമായിട്ട് ലഭിച്ച പിന്നെ ശതകോടി ജന്മസുഹൃതയെ പുണ്യർ വിനാ ലഭ്യത എന്നാണ് പറയുന്നത്. 100 കോടി ജന്മങ്ങൾ ചെയ്ത പുണ്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യജന്മം സിദ്ധിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കളയാതെ അർത്ഥമറിഞ്ഞ് സംസ്കാരത്തെ അറിഞ്ഞ്, പൈതൃകത്തെ അറിഞ്ഞ്, പാരമ്പര്യത്തെ അറിഞ്ഞ് അതിലൂടെ നിറഞ്ഞ് ജീവിച്ച് ധന്യമാക്കണം ജീവിതം. അപ്പൊ അതിനായിട്ടൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ തീർത്ഥയാത്രകൾ. നമ്മളിപ്പോൾ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭാസിൽ രമിക്കുന്നവരാണ് ഭാരതീയരെന്ന് പറഞ്ഞ് ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം എന്ന പേര് കിട്ടിയെന്നൊക്കെയാണ്. പക്ഷെ നല്ലൊരു നിർവചനമുണ്ട് ഭാരതത്തിന്. അതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ഓർക്കണം നമ്മുടെ സംസ്കാരം എത്ര സമ്പന്നമാണെന്നുള്ളത്. ഭാതി സർവശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു കാരണം സർവലോകേഷു തേന ഭാരതമുച്യതേ. ഇതുകൊണ്ടാണ് ഈ പുണ്യഭൂമിക്ക് ഭാരതം എന്ന പേര് കിട്ടിയത്. അനാകരിത സാദൃശ്യ ശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാനിത ദഗ്നഗ്രൈവേയ ചിന്ത സഫലാനിത കാമേശ്വര പ്രേമ കൃഷ്ണമണി പ്രതിവണസ്ഥയി നാഭ്യാലവാലാടുമാടി ലതാഫലഗൊച്ചുത്തയി ലക്ഷ്യരോമലതാധാരത സമുന്നേയ മധ്യമ സനഭാരതളൻ അഭ്യപട്ടവന്തവരിത്രയ അരുണാരുണ കൗസുഭ സ്വസ്തപാസ്വത്കടീതടി രത്നകിങ്കിണി കാരണ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത
सरतुणाभजङ्गिका गूढगुल्फाकूर्मपृष्ठो विष्णुप्रभदानिता नगदीधिति संसन्न नमज्जनतमो गुण पदद्वयप्रभाजाल पराकृतसरोरुहा सिञ्जानमणिमञ्जीर मण्डितश्रीपदाम्बुज मराळी मन्दगमना महालावण्यसेवती सर्वारुणानवन्द्यागी सर्वाभरणभूषिता शिवा कामेश्वराङ्गस्था शिवा स्वाधीनवल्लभा सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका सिङ्गामणिग्रहान्तस्था पञ्चब्रह्मासनस्थिता महापद्माडवी संस्था कदम्बवनवासिनी सुरासागरमध्यस्था कामाक्षी कामदायिनी श्रीङ्गारी श्रीमतीकृत्या मेलोपादेयवर्जिता राजराजार्चिता राज्ञी हिरण्या राजीवलोचना किञ्चिनीरमणीरस्या रणकिङ्गिणिमेखला यमारागेन्दुवदना यदिरूपारतिप्रिया रक्षाकरे राक्षसखी रामारमणलम्बडा काम्या कामकलारूपा कदम्बकुसुमप्रिया कल्याणी जगदीगन्धा करुणारससागरा कलावती कलालाभा कादम्बरिप्रिया वरदा वामनयना वारुणी मदविह्वला विश्वातिका वेदवेद्या विन्ध्याचलनिवासिनी विधात्री वेदजननी विष्णुमाया विलासिनी क्षेत्रस्वरूपा क्षेत्रैश्री क्षेत्रक्षेत्रज्ञपालिनी क्षेत्रनिर्मुक्ता क्षेत्रपालसमर्चिता विजया विमला वन्द्या वन्दाविजनवत्सला वाग्वादिनी वामकेशी भक्तिमण्डलवासिनी भक्तिमत्कल्पलतिका पशुपाशविमोचिनी संहृदाशेषपाषाण्डा सदाचारप्रवर्तिका तावत्रयाग्निसन्तप्ता समाह्लादानचन्द्रिका तरुणी तापसाराध्या तनुमध्यातमोपहा स्थितिस्तत्पदलक्ष्याथा चिरेकरस्वरूपिणी स्वात्मानन्दलवीभूता ब्रह्माद्यानन्दसन्तति पराक्रमनोहरा सूर्यासम्पन्ना पीतवर्णविर्वजां मेघोनिष्ठा मधुप्रीता यन्तिन्यादिसमन्विता यद्यन्यासक्तहृदया कागिनीरूपधारिणी स्थूलाधाराम्बुजारूढ पञ्चवक्त्रास्य संस्थिता अङ्कुशादिप्रकरणा भरदादिनिषेविता मुद्गौदनासक्तचित्ता साहिन्यं वासुरूपिणी आज्ञाचक्राब्जनिलया शुक्लवर्णाषडानना मज्जा संस्था हंसवती मुख्यशक्तिसमन्विता हरिद्रानेकरसिका आगिनीरूपधारिणी सहस्रदलपद्मस्था सर्ववर्णोपशोभिता सर्वायुधधरा शुक्लसंस्कृता सर्वतोन्मुखी सर्वौदनपीडहिता यागिन्यं वासुरूपिणी स्वाहा स्वधा मतिर्मेधा श्रुतिस्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्या पुण्यश्रवणकीर्तना पुरोमजार्जिता ब्रह्ममोचिनी तदर्पराळगा विमर्शरूपिणी विद्या वेदादिजगत्प्रसू सर्वव्याधिप्रशमिनी सर्वमृत्युनिवारिणी अग्रगण्या चिन्तिरूपा कलिकल्मषनाशिनी कात्यायनी कालहन्त्री कमलाक्षनिषेविता ताम्बूलमूर्धमुखी दारिणी कुसुमप्रभा मृगाक्षी मोहिनी मुख्या मृगानी मित्ररूपिणी नित्यतृप्ता भक्तिनिधिर्नियन्त्रिकुलेश्वरी मैत्रादिवासनालभ्या महाप्रलयसाक्षिणी पराशक्ति पराविष्टा प्रज्ञानघनरूपिणी मातृगणानालसमर्था मातृकावर्णरूपिणी महाकैलासनिलया मृणाला मृदुदोर्लता महनीयतया मूर्तिर्महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविता श्रीषोडशाक्षरी विद्या त्रिगूढा कामगोडिका कटाक्षकिङ्करीभूता कमलाकोटिसेविता
शिरस्थिता चन्द्रनिभा पालस्तेन्द्रधनुप्रभां हृदयस्तारविभ्रक्ष्य त्रिकोणान्तरदीपिका दाक्षायणी दैत्यहन्त्री दक्षयज्ञविनाशिनी जनान्दोलितदीर्घाक्षी नरहास्वज्वलन्मुखी गुरुमूर्ते गुणनिधिर्गोमाता गुहजन्मभो देवेशी दण्डनीलिस्ता जगराकाशरूपिणी प्रतिजन्मुख्यरागान्त तिरुमण्डलपूजिता कलात्मिका कलानाथा काव्यालापविनोदिनी सचामररमावाणी सव्यदक्षिणसेविताम् आदिशक्तिरमे आत्मा परमा पावनाकृति अनेककोटि ब्रह्माण्ड जननी दिव्यविग्रहा लिङ्गारी केवला गुह्या कैवल्यपददायिनी त्रिपुरात्रिजगद्वन्द्या त्रिमूर्ति श्रीदशेश्वरी यक्षरी दिव्यगन्धाढ्य सिन्दूरतिलकाञ्चिता उमा शैलेन्द्रतनया गौरी गन्धर्वसेविता തത്വത്തിലേക്ക് എത്തണമെങ്കിൽ എന്താ വെച്ചാൽ ഒരു വരി ഞാൻ ഓർമ്മിപ്പിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ആരോ ഇതിലെ പാടിപ്പോണം കണ്ടു. വെളിച്ചം ദുഃഖമാണല്ലോ, ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. ഇതാണ് മഹാകാളിയുടെ ഏറ്റവും വലിയ തത്വം. ഈ തത്വത്തിലേക്കാണ് നമ്മൾ ഓരോ നിമിഷവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ജനിക്കേണ്ടി വരിക മരിക്കേണ്ടി വരിക. പിന്നെ അമരമാണ്, അമറാവും, അതായത് മരണമില്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് ഇത് മഹാഭാരത കഥയായിട്ട് ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മഹാഭാരത യുദ്ധത്തിന് മുമ്പ് അർജുനൻ ഗുരുവായൂരപ്പൻ വിടുന്നത്, അനുഗ്രഹത്തിനായി വിടുന്നത് ഇപ്പത്തേക്ക് ഉണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട്. ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഭഗവാന്റെ വിരാട് സ്വരൂപം പ്രകടമാക്കിയപ്പോൾ അർജുനൻ അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയുണ്ടായി. അത് പിൻവലിക്കാൻ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണും. പിന്നെ ഗുരുവായൂരപ്പന്റെ വിരാട് സ്വരൂപം മനസ്സിലാവാൻ സഹായിക്കണമെങ്കിലും ദേവിയുടെ കൃപ വേണമായിരുന്നു. ആ നിമിഷത്തിന് മുമ്പ് വരെ അർജുനന് എന്താ പറയുക, ആ ദിവ്യ ദൃഷ്ടി കിട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹനുമാൻ ഭഗവാന്റെ ഹെൽപ്പോട് കൂടിയില്ല. അതിന് ശ്രീരാമാവതാര സമയത്ത് ഹനുമാൻ ഭഗവാനെ വിളിക്കേണ്ടായി ഗുരുവായൂരപ്പൻ. കാരണം ഗുരുവായൂരപ്പൻ ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഭൂരിഭാഗം ടൈമും പാണ്ഡവരുടെ കൂടെ കഴിഞ്ഞത്. അതുകൊണ്ട് ആത്മീയ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ പര്യാപ്തം ആവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഹനുമാനെ ഈ ദിവ്യദൃഷ്ടിക്ക് വേണ്ട അനുഗ്രഹത്തിനായിട്ട് ഹനുമാനെ വിളിച്ചു വരുത്തുന്നു. ഹനുമാനോട് പ്രാർത്ഥനകൾ ചൊല്ലാൻ പറയുന്നു. ഒരു വിജയപ്രദ സ്തോത്രം ഉണ്ട് ഹനുമാൻ. അത് അതിനെ കൊണ്ട് ചൊല്ലിക്കുകയും അതിനുശേഷമാണ് യുദ്ധത്തിന് ഒരുക്കി വിടുന്നത്. ഹനുമാൻ അതിനൊരു തെളിവ് പറയാം. നമ്മുടെ മഹാഭാരത യുദ്ധസമയം കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ തേരും കൊണ്ട് പോകുമ്പോൾ അർജുനനോട് തേരിൽ നിന്ന് ഇറങ്ങാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അർജുനൻ പറയും, അങ്ങ് ആദ്യം ഇറങ്ങും. ജയിച്ചത് അർജുനന്റെ
കഴിവുകൊണ്ടാണെന്നുള്ളൊരു ചെറിയൊരു അഹംബോധം അർജുനിൽ കാണുന്നുണ്ടായി. അപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്, ഇല്ല നീ ഇറങ്ങൂ എന്ന് പറയുന്നുണ്ട്. അർജുനൻ ഇറങ്ങി, ഗുരുവായൂരപ്പൻ ഇറങ്ങിയതോടുകൂടി ഈ രഥം പൊട്ടിത്തെറിക്കുകയാണ്. അത്രയും നേരം ഈ രഥത്തിന് ഒന്നും സംഭവിക്കാതിരുന്നത് ഹനുമാൻ ഭഗവാനും ഗുരുവായൂരപ്പനും ആ രഥത്തിൽ ഇരുന്നതുകൊണ്ടാണ്. കൊടിയിലെ ഹനുമാൻ ഉണ്ടായിരുന്നു. അർജുനനേക്കാൾ ഇരട്ടി ശക്തി ഈ കർണനുണ്ടായിരുന്നു. കർണന്റെ ഭൂരമ്പ് ചെയ്താൽ ദൂരേക്ക് 10 അടി പോകുമായിരുന്നു എന്തും. അത് അർജുനനേക്കാളും ശക്തിയേറിയ ബാണങ്ങളുമായിരുന്നു. കർണന്റെ എല്ലാ ആയുധങ്ങളിൽ നിന്നും എല്ലാ പ്രഹരങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തിയിരുന്നത് ഗുരുവായൂരപ്പനും ഈ കൊടിയിലിരിക്കുന്ന ഹനുമാനുമായിരുന്നു. എപ്പോഴാണോ ഗുരുവായൂരപ്പൻ അതിൽ നിന്ന് ഇറങ്ങിയത് അതോടുകൂടി ആ രഥം അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം അത് ഭസ്മമാക്കി കളയുകയും ചെയ്തു. ഇതൊക്കെയാണ് തത്വത്തിലേക്ക് എന്തെങ്കിലും എന്താ വെച്ചാൽ ഒരു വരി ഞാൻ ഓർമ്മിപ്പിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ആരോ ഇതിലെ പാടിപ്പോണുണ്ട്. വെളിച്ചം ദുഃഖമാണല്ലോ, ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖം. ഇതാണ് മഹാകാളിയുടെ ഏറ്റവും വലിയ തത്വം. ഈ തത്വത്തിലേക്കാണ് നമ്മൾ ഓരോ നിമിഷവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജനിക്കേണ്ടി വരിക മരിക്കേണ്ടി പിന്നെ അമരാവും. അതായത് മരണമില്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇത് മഹാഭാരത കഥയായിട്ട് ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മഹാഭാരത യുദ്ധത്തിന് മുമ്പ് അർജുനൻ ഗുരുവായൂരപ്പൻ വിടുന്നത്, അനുഗ്രഹത്തിനായി വിടുന്നത് ഇപ്പത്തേക്ക് ഉണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട്. ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഭഗവാന്റെ വിരാട് സ്വരൂപം പ്രകടമാക്കിയപ്പോൾ അർജുനൻ അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയുണ്ടായി. അത് പിൻവലിക്കാൻ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണും. അതിന് പിന്നെ ഗുരുവായൂരപ്പന്റെ വിരാട് സ്വരൂപം മനസ്സിലാവാൻ സഹായിക്കണമെങ്കിലും ദേവിയുടെ കൃപ വേണമായിരുന്നു. ആ നിമിഷത്തിന് മുമ്പ് വരെ അർജുനന് എന്താ പറയാ ആ ദിവ്യദൃഷ്ടി കിട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹനുമാൻ ഭഗവാന്റെ ഹെൽപ്പോട് കൂടിയില്ല. അതിന് ശ്രീരാമാവതാര സമയത്തെ ഹനുമാൻ ഭഗവാനെ വിളിക്കേണ്ടായി ഗുരുവായൂരപ്പൻ. കാരണം ഗുരുവായൂരപ്പൻ ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഭൂരിഭാഗം ടൈമും പാണ്ഡവരുടെ കൂടെ കഴിഞ്ഞത്. അതുകൊണ്ട് ആത്മീയ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ പര്യാപ്തം ആവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഹനുമാനെ ഈ ദിവ്യദൃഷ്ടിക്ക് വേണ്ട അനുഗ്രഹത്തിനായിട്ട് ഹനുമാനെ വിളിച്ചു വരുത്തുന്നു. ഹനുമാനോട് പ്രാർത്ഥനകൾ ചൊല്ലാൻ പറയുന്നു. ഒരു വിജയപ്രദ സ്തോത്രം ഉണ്ട് ഹനുമാൻ. അത് അർജുനനെ കൊണ്ട് ചൊല്ലിക്കുകയും അതിനുശേഷമാണ് യുദ്ധത്തിന് ഒരുക്കി വിടുന്നത്. ഹനുമാൻ അതിനൊരു തെളിവ് പറയാം. നമ്മുടെ മഹാഭാരത യുദ്ധസമയം കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ തേരും കൊണ്ട് പോകുമ്പോൾ അർജുനനോട് തേരിൽ നിന്ന് ഇറങ്ങാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അർജുനൻ പറയും, അങ്ങ് ആദ്യം ഇറങ്ങൂ. ജയിച്ചത് അർജുനന്റെ കഴിവുകൊണ്ടാണെന്നുള്ളൊരു ചെറിയൊരു അഹംബോധം അർജുനിൽ കാണുന്നുണ്ടായി. അപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്, ഇല്ല നീ ഇറങ്ങൂ എന്ന് പറയുന്നുണ്ട്. അർജുനൻ ഇറങ്ങി, ഗുരുവായൂരപ്പൻ ഇറങ്ങിയതോടുകൂടി ഈ രഥം പൊട്ടിത്തെറിക്കുകയാണ്. അത്രയും നേരം ഈ രഥത്തിന് ഒന്നും സംഭവിക്കാതിരുന്നത് ഹനുമാൻ ഭഗവാനും ഗുരുവായൂരപ്പനും ആ രഥത്തിൽ ഇരുന്നതുകൊണ്ടാണ്. കൊടിയിലെ ഹനുമാൻ ഉണ്ടായിരുന്നു.
അർജുനനേക്കാൾ ഇരട്ടി ശക്തി ഈ കർണനുണ്ടായിരുന്നു. കർണന്റെ ഭൂരമ്പ് ചെയ്താൽ ദൂരേക്ക് 10 അടി പോകുമായിരുന്നു എന്തും. അത് അർജുനനേക്കാളും ശക്തിയേറിയ ബാണങ്ങളുമായിരുന്നു. കർണന്റെ എല്ലാ ആയുധങ്ങളിൽ നിന്നും എല്ലാ പ്രഹരങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തിയിരുന്നത് ഗുരുവായൂരപ്പനും ഈ കൊടിയിലിരിക്കുന്ന ഹനുമാനുമായിരുന്നു. എപ്പോഴാണോ ഗുരുവായൂരപ്പൻ അതിൽ നിന്ന് ഇറങ്ങിയത് അതോടുകൂടി ആ രഥം അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം അത് ഭസ്മമാക്കി കളയുകയും ചെയ്തു. ഇതൊക്കെയാണ് കാമേശമാനസാം അനാകരിത സാദൃശ്യ ശ്രീവിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധര കനകാംഗതകേയൂര കമനീയ ഭുജാനിത രത്നഗ്രൈവേയ ചിന്ത കഫലാനിത കാമേശ്വര പ്രേമ കൃഷ്ണമണി പ്രതിവണസ്ഥനി നാഭ്യാലവാലാടുമാളി ലതാഫലഗൊച്ചത്വയി ലക്ഷ്യരോമലതാധാരത സമന്വയ മധ്യമ സനഭാരതളൻ മധ്യപട്ടവന്തവരിത്രയാം അരുണാരുണ കൗസുഭ സ്വസ്തപാസ്വത്കടീതടി രത്നകിങ്കിണീകാരമ്യ രസമാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സരതുണാഭജംഗിക ഗൂഢഗുൽഫാകൂർമ്മപൃഷ്ട വിഷ്ണുപ്രഭദാനിത നഗദീഭിതി സംസന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യസേവതി സർവാരുണാനവന്ദ്യാഗി സർവാഭരണഭൂഷിത ശിവാകാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക സിംഗാമണിഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ശൃംഗാരീ ശ്രീമതീകൃത്യ മേലോപാദേയവർജിതാം രാജരാജാർച്ചിതാരാജ്ഞി ഹിരണ്യാരാജീവലോചന കിഞ്ചിനീ രമണീരസ്യ രണക്കിങ്കിണി മേഖല യമാരാഗേന്ദുവദന യതിരൂപാരതിപ്രിയ രക്ഷാകരേ രാക്ഷസഖി രാമാരമണരംബടാം കാമ്യാ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണീ ജഗദീകന്ദ കരുണാരസസാഗരാം കലാവതി കലാലാവ ആകാകാദം പരിപ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാദികാ വേദവേദ്യ വിന്ധ്യാചലനിവാസിനി വിധാത്രീ വേദജനനി കൃഷ്ണമായാ വിലാസിനി ക്ഷേത്രസ്വരൂപാ ക്ഷേത്രൈശ്രീ ക്ഷേത്രജ്ഞപാലിനി ക്ഷേത്രത്തിൽ നിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി ഭക്തിമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷപാഷാണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നിസന്തപ്ത സമാഘാതാനചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ സ്ഥിതിസ്തൽപദലക്ഷ്യാർത്ഥ ചിരേകരസ്വരൂപിണി സ്വാത്മാനന്ദലീഭൂത പ്രമാദ്യാനന്ദസന്തതി പരാക്രമനോഹര സൂര്യാസമ്പന്ന പീതവർണ്ണവിർവദാം മേഘോനിഷ്ഠാ മധുപ്രീത ന്യാദിസമന്വിത ദധ്യന്നാസക്തഹൃദയ കാരിണീരൂപതാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്യ സംസ്ഥിത അങ്കുശാദിപ്രകരണ ഭരതാദിനിഷേവിത മുദ്ഗൗതനാസക്തചിത്ത സാഹിന്യം വാസുരൂപിണി
ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനനാം മജ്ജാസംസ്ഥാഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനേകരസിക ആഗിനീരൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്കൃത സർവതോന്മുഖീം സർവൗദനപീതരചിത യാലിന്യം വാസ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധ ശ്രുതിസ്മൃതിരനുത്തമാം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുരോമജാർജിത ബന്ധമോചിനി ബർബരാളകാം വിമർശരൂപിണി വിദ്യ വേദാദിജഗത്പ്രസൂ സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാ ചിന്തിരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലമൂരിതമുഖി താരിണീ കുസുമപ്രഭാ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഗാനി മിത്രരൂപിണി നിത്യതൃപ്താ ഭക്തിനിധിർ നിയന്ത്രിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാവിഷ്ട പ്രജ്ഞാനഘനരൂപിണി മാധീതനാലസമർത്ഥ മാതൃകാവർണ്ണരൂപിണി മഹാകൈലാസനിലയ മൃണാളാമൃതദോർലത മഹനീയതയാ മൂർത്തിർ മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീഷോഡശാക്ഷരീ വിദ്യ ത്രികൂടാകാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടിസേവിത ശിരസ്ഫിത ചന്ദ്രനിഭ പാലസ്തേന്ദ്രധനപ്രഭാം ഹൃദയസ്ഥാരവിഭ്രക്യ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി ജനാന്തോളിതദീർഘാക്ഷി നരഹാസ്വജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനിധിസ്ഥ ജനരാകാശരൂപിണി മുഖ്യരാകാന്ത മണ്ഡലപൂജിക കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സജാമരമാവാണി സവ്യദക്ഷിണസേവിത വിശത്തിരമേ ആത്മാ പരമാപാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യവിഗ്രഹ ലിംഗാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ശ്രീദശേശ്വരി യക്ഷരീ ദിവ്യരന്ധ്രാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത. हेलो दर्शक वर्ग का ध्यान दें, परेड की कार्रवाई समाप्त हो चुकी है। आप सभी दर्शकों से बार बार निवेदन किया जा रहा है, समय व सुरक्षा को ध्यान में रखते हुए परिसर को जल्द से जल्द खाली करें। एक बार